എല്ലാവർക്കും ഗോജോ ടാമിസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 3 ആണ് ഗൈസ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് എനിക്ക് തോന്നി ഗ്രാനി 1ഉം 2 വേണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ 3 ഇനി നമ്മൾ ബാക്കിലോട്ട് കളിച്ചിട്ട് ഗൈസ്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയുമുണ്ട്. കൊളാക്കോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലേ കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഗ്രാൻഡ് പേ മാത്രമേ എടുക്കുന്നുള്ളൂ ഗൈസ്. എന്നിട്ട് വെപ്പൺ കീ എടുത്തിട്ട് നമുക്ക് ഗ്രാൻഡ് പേ ഉറക്കി കിടത്താം. ഹായ് പറയൂ. ഹായ് ഗായ്സ്. ഓക്കെ, ഞാൻ ഗ്രാൻഡ് പേ എന്തായാലും സെലക്ട് ചെയ്ത് ഗൈസ്. ഗ്രാൻഡ് പേ തന്നെ ഓൾറെഡി സെലക്ട് ചെയ്യപ്പോൾ ഈസിയാണ് കൊടുത്തേക്കുന്നത്. ഇൻട്രോ നമുക്ക് വേണ്ട ഗൈസ്. എല്ലാവർക്കും ഈ ഗ്രാനി അറിയായിരിക്കും, പിന്നെ വെറുതെ ഒന്ന് കളിക്കണതാണ് അറിഞ്ഞുകൂടാത്തവർക്കായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും വെപ്പൺ കീ കണ്ടുപിടിക്കണം ഗൈസ്, അതാണ് പ്രത്യേകത. ഗൈസ് അത് ഞാൻ എന്തോന്നു വൈഫൈ ഓഫ് ആക്കിയാണ്, ഇതാണ് അതിൻ്റെ ഇടയിൽ കണ്ടത്. ഗൈസ് ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. ഗ്രാനിയൊക്കെ നമ്മൾ വെട്ടിക്കും ഗൈസ്. എൻ്റെ അനിയത്തി ഇവിടെ ഇരുന്ന് വിസ്പർ ചെയ്യുന്നുണ്ട്. വിസ്പർ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഹെഡ്സെറ്റ് വെച്ചേക്കന്നെ. ഇത് തുറക്കാൻ തന്നെയാണ് പാട്. പോണ വഴിയിലോട്ടും ഗ്രാനി വന്ന ഗ്രാൻഡ് പേ വന്നു. നമുക്ക് ആദ്യം ഗൈസ് ഗ്രാൻഡ് പേ വിളിച്ച് താഴോട്ട് വരുത്താം. നമ്മൾ റോബോട്ടിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് നേരെ ഗ്രാൻഡ് പേ വിളിച്ച് വരുത്താം. ഇപ്പോൾ റോബോട്ട് കൂടെ ഒന്ന് സൗണ്ട് ഉണ്ടാക്കും. സൗണ്ട് ഉണ്ടാക്കി തുടങ്ങി ഗൈസ്. ഓക്കെ, ഒരു 2 സെക്കൻഡും കൂടെ. ഓ ഗൈസ്, ഇനി എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ നമ്മളിത് തുറക്കുന്നു. തുറ അല്ലെങ്കിൽ ഞാൻ പെടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടി കൂടെ കുഞ്ഞിഞ്ഞ് ഇവിടെ ഒരു ട്രാപ്പ് ഡോർ ഉണ്ട് ഗൈസ്. ട്രാപ്പ് ഡോർ പൊളിച്ചിടാൻ എന്തായാലും, എന്നിട്ട് ഇതിനകത്തിരിക്കാം. അപ്പോൾ ഗ്രാൻഡ് പ ആ സൗണ്ട് ഉണ്ടാക്കിയ സ്ഥലത്ത് പോയി നോക്കും. അപ്പം നമ്മൾ ഈ വഴി കൂടെ മുകളിലോട്ട് പോകും. എന്നിട്ട് ഏറ്റവും മുകളിൽ പോകണം ഗൈസ്. എന്നിട്ട് അവിടുത്തെ ലിഫ്റ്റ് നിന്ന് നേരെ കിച്ചണിലോട്ട് നമുക്ക് സ്ക്രീൻ ഷോട്ട് എടുക്കണം ഗൈസ്. എന്നിട്ട് വേണം ഗ്രാൻഡ് പേ അടിച്ചിട്ട് ഗ്രാൻഡ് പേ തോക്ക് അടിച്ച് മാറ്റി. ഗൈസ് ഗ്രാൻഡ് പേ വന്നു. ഇല്ല ഗൈസ്, ഗ്രാൻഡ് പേ വന്നില്ല. എവിടെ പോയി ഗ്രാൻഡ് പേ? ഗൈസ് ഗ്രാൻഡ് പേയുടെ ഒരു പ്രത്യേകതയാണ്, ഗ്രാൻഡ് പേ പതുക്കെ വരും. കാരണം അങ്ങനെയല്ല, ഗ്രാൻഡ് പേ വരും, പക്ഷെ ഗ്രാൻഡ് പേക്ക് ചെവി ചെറുതായിട്ടേ കേൾക്കണം. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഗ്രാൻഡ് പേ ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോകാത്തത്. ഇവിടെ തന്നെ ഇരിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗണ്ട് ഉണ്ടാക്കണം ഗൈസ്. ഉണ്ടാക്കിയാലോ, പോയി സൗണ്ട് ഉണ്ടാക്കണം. സൗണ്ട് ഉണ്ടാക്ക്. തുടങ്ങി ഗൈസ്. Where is that grandpa? I think he is coming. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇപ്പോഴും ഗ്രാൻഡ് പേ വന്നില്ലേ, ഞാൻ ചത്തു. ഇനി അങ്ങോട്ട് കയറി പോകുമ്പോഴേക്കും ഗ്രാൻഡ് പേ വരണം. ഇപ്രാവശ്യം ഒരു ഉറപ്പായിട്ടും ഗ്രാൻഡ് പേ വരും ഗൈസ്, അതെനിക്ക് ഉറപ്പാണ്. ഈ ഗ്രാൻഡ് പേക്കകത്ത് എത്ര നേരം നിൽക്കണമെന്നറിയാം. അവിടെ ഒരു വരയില്ല, ടൈം പോകുന്നു ഗൈസ്. ഇതൊരു പഴയ പഴഞ്ചൻ ഹോട്ടലാണ് ഗൈസ്. ഗ്രാനി തട്ടുകട നടത്തുന്ന ഹോട്ടലാണ് ഗൈസ്. തട്ടിയാണ് എല്ലാം ഇപ്പോൾ കുളമായത്. എല്ലാവരും ഇപ്പോൾ തട്ടി. ഓ ഗൈസ്, ഗ്രാൻഡ് പേ വന്ന് എന്നെ കണ്ട് ഗൈസ്. ഇപ്പോൾ ഇതിനകത്തോട്ട് വെടി വയ്ക്കുമോ? ഓ അയ്യോ ഗൈസ്, ഗ്രാൻഡ് പേ നിൽക്കണ് പെട്ട്. ഞാൻ ഇറങ്ങി നോക്കിയത് ഗ്രാൻഡ് പേ, അയാളെ തിരിച്ചു പോയി. ഞാൻ അങ്ങനെ പോകും, എനിക്കറിഞ്ഞൂടാ. സൗണ്ട് ഉണ്ടാക്കിയാൽ പോയാ അണ്ണം പോയി. നമുക്ക് ഒന്നുകൂടെ സൗണ്ട് ഉണ്ടാകാം. ഗ്രാൻഡ് പേ പെട്ടെന്ന് വരും, കാരണം ഇപ്പോൾ ഗ്രാൻഡ് പേ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഗൈസ്.
നമുക്ക് എന്തായാലും ഈ ട്രാപ്പ് ഡോറിനകത്തോടെ അവിടെ പോയി ഒളിച്ചിരിക്കാം. മറ്റേ വരുമ്പോൾ തന്നെ ഗ്രാൻഡ് ട്രെയിനിന്റെ അവിടെ പോയാൽ മാത്രമേ നമുക്ക് പോയി ഗ്രാൻഡ് പോയി ഓടിക്കോ. ഓടിക്കോടി ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്ക് നേരെ പോവാം ഗൈസ്. പോ നേരെ അടുക്കളയിൽ പോയിട്ട് ലിഫ്റ്റിനകത്ത് കയറിയിരിക്കണം. അടുക്കള എൻ്റെ പൊന്നെ അടുക്കളയെ ഓടി വാ. നമുക്ക് ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ആ കിട്ടി ഗൈസ്, നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. നമുക്ക് നേരെ മുകളിലോട്ട് പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രാൻഡ് പേ ഉറക്കി കിടത്താം. അത് ബെഡിയാണ്. അപ്പം ഗ്രാൻഡ് പ തലയും തലേ കൂടെ കുറെ സ്റ്റാർക്ക് പറന്നു പോകും. പിന്നെ ഗ്രാൻഡ് പ ഉറങ്ങി കിടക്കും. പിന്നെ കുറച്ച് നേരത്തേക്ക് എണീക്കില്ല. തലേ കൂടെ നക്ഷത്രങ്ങൾ പോകും. നക്ഷത്രങ്ങളല്ല, നക്ഷത്രങ്ങൾ ഇവിടെ നേരെയാണ് പറഞ്ഞ തെറ്റ് പറഞ്ഞത്. അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടല്ലോ. ഉടനല്ല, ഫയർവുഡ്. കാക്ക ഒട്ടിക്കാൻ. കാക്ക എടുത്ത് എന്തിനാണുള്ളത് നോക്കട്ട്. കോയിനായിരിക്കും ഗൈസ് മിക്കവാറും. എന്തിനാണ്? ഓ ജനറേറ്റർ കേബിൾ. എന്തിനി? ഗ്രാൻഡ് പേ അടിച്ചിട്ടാ മതി. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ കൂടെ. ഓ ചത്ത് ഗൈസ്, എടുത്ത് ചാടിക്കൊടുത്ത് ചത്ത്. അങ്ങനെ ഗൈസ് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഗൈസ് അവിടെ ഒരു സീക്രട്ട് വഴിയുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ചവിട്ടി ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഇറങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത്. അയ്യോ, അപ്പം ഇനി എൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ ആയിരിക്കും. പെട്ടല്ലോ. മുകളിലായിരിക്കും. മുകളിലായിരിക്കും. താഴ്ന്ന രണ്ടൊന്നും കല്ലെടുത്തിട്ട് എന്തായാലും പോവാം. അയ്യോ മുകളിലല്ല, വെളിയിൽ. ഗ്രാൻഡ് പേ ഒന്ന് അടിച്ചിടല്ലോ ഗൈസ്. ഗ്രാൻഡ് പേ എടുത്തുനിന്ന് എങ്ങനെ മുങ്ങണം? ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കി ഗ്രാൻഡ് പേ വിളിച്ചാൽ വാതില് മാറിപ്പോയി ഗൈസ്. ഗ്രാൻഡ് പേ വരുന്ന ഞാൻ സ്ലിംഗ് ഷോട്ട് നടക്കണം. നമുക്ക് ഒരു കല്ല് മതി തൽക്കാലത്തേക്ക്. കിട്ടി ഒരു കല്ല്. പിന്നെ ഇനി ഗ്രാൻഡ് പേ വന്ന ഗ്രാൻഡ് പേയുടെ കാര്യം പോക്ക്. ഒരു കല്ലല്ല, 3 കല്ലെടുത്ത് എടുക്കാം. ഞാൻ ഇന്ന് ഗ്രാൻഡ് പേ കിളി പറപ്പില്ല. നോക്കിയോ, സ്റ്റാർസ് തലേന്ന് പൊങ്ങി പോകും. കറക്റ്റ്. ഇവിടെ ഗ്രാൻഡ് പേ ഇറങ്ങി വാടാ. എവിടെ ഗ്രാൻഡ് പേ? ഒരു കല്ലും കൂടെ ഉണ്ട് ഇവിടെ, എവിടെയും കാണും ഗൈസ്. ഗ്രാൻഡ് 4ഉം 5 ഒക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ നമുക്ക് എന്തോ ഗെറ്റ് ആപ്സിൽ കിട്ടും. പക്ഷേ പ്ലേ സ്റ്റോറിൽ വന്നിട്ടില്ല. ഗ്രാനി 3 വരെ ഉള്ളൂ. ഇപ്പം ഗ്രാനി 6 വരെ ഉണ്ടെന്നാണ് പറയണത്. നമ്മളൊരു വീഡിയോ കണ്ടിട്ടാണ് ഗ്രാനി 6 ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും വീഡിയോ ഒക്കെ. ഇവിടെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയണം. ഗ്രാനി 6 ഒക്കെ അതിലൊന്നും കാണൂല. ഗ്രാനി 6ൽ ആകെ ഗ്രാൻഡ് പേ ഗ്രാനി മാത്രമേ ഉള്ളൂ. ഗൈസ് എൻ്റെ പ്ലാൻ നമുക്ക് ഗ്രാൻഡ് പേ ആദ്യം അടിച്ചിടണം. എന്നിട്ട് ഗ്രാൻഡ് പേയുടെ തോക്കടിച്ച് മാറ്റാം. തോക്കിനാണ് പവർ കൂടുതൽ ഗൈസ്. ഷോട്ടിനുണ്ട്. എനിക്ക് ഇവളിനെക്കാളും നല്ല രീതിക്ക് കളിക്കാൻ അറിയാമെന്നുള്ളത് ഈ ഇതിനാണ്. സ്ലിംഗ് ഷോട്ടിനും ഉണ്ട്, കുഴപ്പമില്ല. സ്ലിംഗ് ഷോട്ട് അടിച്ചിട്ടല്ലേ ഗ്രാൻഡ് പേയുടെ തോക്കെടുക്കാൻ പറ്റുമോ? തോക്കെടുത്താൽ പിന്നെ സിമ്പിളാണ്. അതാ കിട്ടി കോക്കനട്ട്. സ്ലിംഗ് ഷോട്ട് ഇവിടെ ഇടാം. എന്നിട്ട് കോക്കനട്ട് എടുക്കാം. മിക്കവാറും കോയിനായിരിക്കും ഗൈസ്. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എപ്പോ നോക്കിയാലും ഒരു കോയിന് അതിനകത്ത് വെപ്പൺ കീയൊന്നും എനിക്ക് കിട്ടിയില്ല. നിനക്ക് കിട്ടിയായിരിക്കും. നീ കളിച്ച കറക്റ്റ് ടൈമിൽ തന്നെ ഗൈസ് വെപ്പൺ കീ കിട്ടി ഗൈസ്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. സെക്കൻഡ് ഫ്ലോറിൽ ഗ്രാൻഡ് പേ കാണും. എനിക്കറിയാം. ഗ്രാൻഡ് പേയുടെ റൂം അവിടെയാണ്. നമ്മളിപ്പോൾ കയറി പോകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങി വരും, പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് നമ്മൾ നിരീക്ഷിക്കുക. നിരീക്ഷിച്ചില്ലേ ഉഗ്ര പണി കിട്ടും. ഇതിനകത്തൊന്നും ഒന്നുമില്ലേ.
ഇതെങ്ങനെയാണ് മറ്റേ സാധനം? ഗ്രാൻഡ് അതിനകത്താണ്. ഇപ്പം ഗ്രാൻഡ് പേ ഇതിനകത്തോട്ട് പോയില്ല, അതുകൊണ്ടാണ് ഇത് ലോക്കായി കിടക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് പേ ഇവിടെ പോയി? ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ ഞാനൊന്നും എസ്കേപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല ഗൈസ്. കാരണം ഒന്നുമില്ല, വെറുതെ കളിക്കും. ഒന്ന് ഗ്രാൻഡ് പേ എനിക്ക് ഉറങ്ങി കിടത്തണം, അത്രേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. ഞാൻ വേറെ വീഡിയോയിലൊക്കെ ഞാൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പെടും. ഞാൻ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു ഭയക്കുറവ്. ഗ്രാൻഡ് പേ ഇപ്പോൾ ഇവിടെയൊന്നും കാണില്ല. ഗ്രാൻഡ് പേ അവിടെ പോയി? നമുക്ക് ട്രെയിനിനിടെ പോയി സൗണ്ട് ഉണ്ടാക്കാം, എന്നിട്ട് വിളിക്കാം ഗ്രാൻഡ് പേ. എന്നിട്ട് മറ്റേ ആ കുഞ്ഞു സാധനത്തിൽ കയറി എന്നിട്ട് കാല് പോണം. ഗ്രാൻഡ് പേ ഇങ്ങനെ സൈഡിൽ കൂടെ കയറി വന്നിട്ട് ഒറ്റ വെടി വയ്ക്കും. നമ്മൾ നിരീക്ഷിച്ച് പോകണം. ചിരിക്കല്ല പറയാൻ, സത്യമാണ്. നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു പോവുക. ഈ സൈഡിൽ കൂടെ വന്ന വാ, സമാധാനമായല്ല. തലയെക്കൂടെ സ്റ്റാർ ഒന്നും പോയില്ലല്ലേ. നമുക്ക് എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനകത്ത് ഇട്ട് ചെയ്യാം. ആവശ്യം വന്നാൽ എടുക്കാമല്ലോ. ഇതെടുക്കാൻ പറ്റുമല്ലോ. പേടിയുണ്ട്. ഇനി പേടിക്കണ്ട. ഇനി നമുക്കില്ല മറ്റവൻ്റെ തല അടിച്ച് പൊട്ടിക്കുക. റോബോട്ട് കാണാൻ്റെ രണ്ട് ബുള്ളറ്റേ ഉള്ളൂ ആകെ. അത് പൊട്ടിക്കണ്ട, അതിന് മുമ്പ് നമുക്ക് ഇത് പൊട്ടിക്കാം. അടികൈ ഭയങ്കരായിപ്പോ. ഇതൊരു ഇങ്ങനെ കയറാൻ പറ്റും. സേഫ്റ്റി ക്രോബാറും കിട്ടി, സേഫ്റ്റിയും കിട്ടി ഗൈസ്. നമുക്കത് എടുക്കണോ? എടുത്ത് നമ്മൾ തോക്ക് തറയാൻ പോകും. നമുക്ക് ഏതാ വേണം? നമുക്ക് തോക്കെടുത്ത് പുറത്തിടാം. വേണ്ട ഗൈസ്, നമുക്ക് തോക്കെടുത്ത് മോളിൽ കൊണ്ടുപോയി ഗൈസ്. ഇനി അവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങും. അതെ, അതിൻ്റെ കൂടെ ഇറങ്ങാൻ പറ്റുമോ? പണി വാളിയ. ഇനി ഇവിടെ കൂടെ എങ്ങനെ ഇറങ്ങണ? ചാടണം എങ്ങനെ? എനിക്കറിഞ്ഞൂടെ. ഇനി ഇവിടെ കൂടെ എങ്ങനെ ഇറങ്ങും? ഇതിൻ്റെ മറ്റേ ഇത് തുറക്കാത്ത എന്ത്? ഇവിടെ ലോക്ക് പിക്ക് വെച്ച് പറ്റില്ല ഗൈസ്. ഇനി ഇവിടെ കൂടെ ക്രോബാർ എടുത്താൽ മാത്രമേ തുറക്കാൻ പറ്റൂ. നോക്കട്ടെ. ശരിയാണ്. താങ്ക്സ്. നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഗ്രാൻഡ് പേ ഉറക്കാം. ഗ്രാൻഡ് പേ ചിലപ്പോൾ എണീറ്റ് വരും ഗൈസ്. ഗ്രാൻഡ് പേയുടെ കയ്യിൽ ഇനി ഒരു സ്റ്റിക്ക് മാത്രമേ കാണൂ, കാരണം ഗൺ എൻ്റെ കയ്യിലാണ്. ഗ്രാൻഡ് പേ ഇപ്പം അവിടെ നിന്ന് ഉറങ്ങി തന്നെ. ഗ്രാൻഡ് പേ പോയി. ഗ്രാൻഡ് പേ കാണാമല്ലോ. ഗ്രാൻഡ് പേ ഇവിടെ വെച്ചാൽ നമ്മൾ ഉറക്കിയത്. ഗ്രാൻഡ് പേ ഇവിടെ നിന്നിട്ട് പോയി ഗൈസ്. ഗ്രാൻഡ് പേ ഇങ്ങോട്ട് വന്നാൽ തീർന്നു. മുകളിൽ നിന്ന് നോക്ക്. ഗാപ്പല്ല ഗ്രാൻഡ് പാ. എവിടെയെങ്കിലും ബുള്ളറ്റുണ്ടോ? ബുള്ളറ്റ് മുകളിലുണ്ട്. എല്ലാം മുകളിൽ കൊണ്ടുവച്ച് ഇവിടെ നമ്മൾ പിന്നെ നമുക്ക് ഇവിടെ പണി ചെയ്യാം. അവിടെ ക്രോബാർ ഇവിടെ നമ്മളാ ക്രോബാർ ഇവിടെ കിടക്കണ ഇവിടെ ഇട്ടിട്ട് ഗ്രാൻഡ് പേ പറഞ്ഞെങ്കിൽ ഞാൻ പെട്ട്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പം ആയുധമില്ല. ആവശ്യമില്ല. നമുക്ക് മറ്റേ പേരൻറ്റിനെ സ്പ്ലെൻഡറിന് ഞാൻ എടുത്തില്ല. അപ്പം അറിയില്ല. സേഫ്റ്റിയുണ്ട്. ഗ്രാൻഡ് പേ ഇവിടെ സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ട്. സംസാരിക്കണ അതെനിക്കറിഞ്ഞൂടാ. കൊല്ലണം. ഗ്രാൻഡ് പേ നമ്മൾ അടിച്ചിട്ടാലേ തന്നെ സ്ക്രീൻഷോട്ട് എടുത്താ തല നോക്കി കൊടുക്കാം, കിളി പോയി കിടക്കും. പിന്നെ ബുള്ളറ്റ് ഇട്ട്. ഓ ഗൈസ്, അടുക്കളയിൽ കുറേ ബുള്ളറ്റുണ്ട്. അങ്ങോട്ട് പോകാൻ മതി. ഗ്രാൻഡ് പേ ഈ വഴി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ തീർന്നു ഗൈസ്. ഞാൻ എൻ്റെ തോക്കുന്ന ഞാൻ കണ്ടില്ല. ഷിറ്റ്.
അതാണ് guys നമ്മൾ ഞാൻ തോക്കും പറഞ്ഞത്. പോയി guys. ഞാൻ പറഞ്ഞു നിരീക്ഷിച്ച് കളിക്കണം. തോക്ക് പോയാ? തോക്കും പോയി. അയ്യോ അയാൾ അടിച്ചു പറ്റിക്കണോ? ഞാൻ നമുക്ക് സ്ലിംഗ് ഷോട്ട് ഉണ്ട്. സ്ലിംഗ് ഷോട്ട് എവിടെ? അങ്ങനെ സ്ലിംഗ് ഷോട്ട് എവിടെയാണ്? സ്ലിംഗ് ഷോട്ട് ഇതാ ഇതിനകത്ത് തന്നെ ഇട്ടേക്കുന്നുണ്ടോ? വെരി ഗുഡ് നൈസ്. ഇനി ഞങ്ങൾ ഉറക്കി കിടത്തിയിട്ട് 2 വെടിക്ക് 2 പ്രായം ഉറക്കി കിടക്കാം. അതിൻ്റെ ബോധം എണീറ്റ് വരും. പെട്ടെന്ന് ഉറക്കി കിടത്തിയിട്ട് നമുക്ക് സേഫ്റ്റി എടുത്തിട്ട് പറക്കാം. പെട്ടെന്ന് ഉറങ്ങണം പെട്ടെന്ന്. ഇതൊരു ഡേ എത്ര മിസ്സോ? ഡേ ഇത് ഔട്ടായി കഴിഞ്ഞാൽ 4 ആകും. ഇതിനകത്തൊന്നും കാണൂല. ഡേ 3 ആണല്ലേ? മിക്കവാറും ഇവിടെ കാണാം. തോക്ക് അടിച്ച് മാറ്റിക്കൊണ്ട് പോയി കള്ളൻ. എന്താ 2 ബെഡി ഇരിക്കുന്നു. ബെഡി എന്ത് ഇവിടെ എന്തിനാ കിടക്കുന്നു? കോയിനാ? കോയിൻ എനിക്കൊന്നും വേണ്ട. ഇവിടെ ഗ്രാൻഡ്പാ കാരണത്തുണ്ട്. വീട്ടിനെ കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ എടുത്ത് ചാടും. ബംഗ്ലാവാ ഇത്? ഗ്രാൻഡ്പയുടെ വീടാണ്. ഗ്രാനിയുടെ വീടാണ്. ഗ്രാൻഡ്പയുടെ വീടാണ്. ഇതുവരെ രണ്ടുപേരെ വീടല്ലേ ഇവിടെ? ഇതാ പറഞ്ഞു അവിടെ ഇരി. കുറെ നേരം കൊണ്ട് കിടന്ന് കളിക്കുന്നു. ഓ പറന്നു പോവാം. ഓക്കെ, മറവ പറഞ്ഞ നക്ഷത്രങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് പോയി സേഫ്റ്റി എടുക്കാൻ പോ. അയാളിഞ്ഞ് 2 മിനിറ്റത്തേക്ക് എണീക്കൂലെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എനിക്കൊരു ഡൗട്ട്. സേഫ്റ്റി എവിടെ കൊണ്ട് വെച്ചേക്കണ മിസ്സോ? സേഫ്റ്റി ഇതിനകത്തിരിപ്പുണ്ട്. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇനി നമുക്ക് അയാളെ തോക്കടിക്ക് മാറ്റണം. പെട്ടെന്ന് പോയി. എൻ്റെ അടുത്ത് തന്നെ കളിക്കണല്ലേ? അയാൾ എണീറ്റാൻ ഞാൻ പെട്ടാണ്. അയാളെ നമ്മൾ 2nd ഫ്ലോറിലല്ല നടത്തിയേക്കണം. അവിടെ നിന്ന് ആടെ ഇരിക്കും. അതാ നിന്ന് ആടണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഗൈസ്. നമുക്ക് ഇതെടുത്തുകൊണ്ട് എന്തായാലും ചെയ്യാം. സേഫ്റ്റി ഇവിടെ ഇതിനകത്തിടാം. ഡ്രോപ്പ്. ഓ സേഫ്റ്റി. അയാൾ വന്ന കിളി വന്നില്ലേ? ഇപ്പോൾ വരും ഗൈസ്. സേഫ്റ്റി എടു ഗൈസ്. ഓ സേഫ്റ്റി ഞാൻ പോകുന്നു ഗൈസ്. കണ്ണ് കാണാൻ പറ്റും. നമ്മുടെ അതെവിടാ വെടി? സ്ലിംഗ് ഷോട്ട് താഴെയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്യും ഗൈസ്. ഞാൻ ഇപ്രാവശ്യം നോക്കി ഗൈസ്. ഫേസ് ക്യാം പറ്റില്ല. ഫേസ് ക്യാം ചെയ്യണമെങ്കിൽ അവർ വേറെ എന്തൊക്കെയാ പറയാൻ. എനിക്കത് വെച്ചിട്ട് നോക്കിയിട്ടൊന്നും മനസ്സിലാവണല്ലോ. ഗ്രാനി 4 പോയിട്ട് വൈകൂലം കിട്ടിയില്ല. ഗ്രാനി ഇപ്പോൾ എവിടെയില്ല. സ്ലിംഗ് ഷോട്ട് കിട്ടി. ഇനി ആകെയുള്ള ഒരു കല്ലാണ്. ഈ കല്ലും കൂടെ തീർന്നാൽ വേറെ ഒന്നുമില്ല. വാ ഗ്രാൻഡ് ഇന്ന് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഉറക്കിയിട്ട് പോവും. ഇതെന്ത് സൗണ്ട് ഉണ്ടാക്കട സൗണ്ട്? ഇത് സൗണ്ട് ഉണ്ടാക്കല്ല. ഇത് ഞാൻ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കണല്ല. ഗ്രാൻഡ് പാന്തിന് ഇതിനെ മഴക്കണ? ഇതല്ലെങ്കിൽ മഴങ്ങിയിരിക്കാണ്. ഇറ്റ് ഡസന്റ് വർക്ക്. നമുക്ക് മോളിൽ പോയി ഗ്രാൻഡ് പാ അടിച്ചുറക്കാം ഗൈസ്. ലാസ്റ്റ് ഡേ ആണ്. ഇതും കൂടെ ഈ 4th ഡേ ആണിത്. ഇതും കൂടെ 5th ഡേ വരെ ഞാൻ കളിക്കുക ഗൈസ്. കാരണം എനിക്ക് തോന്നണം പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറ്റുമെങ്കിൽ സ്കെയറി ടീച്ചർ എടുക്കാം. സ്കെയറി ടീച്ചറാ നിനക്കതറിഞ്ഞൂടെ? വാ മോനെ വാ. കണ്ടില്ല ഇല്ല പണിയൊന്നും ആവൂല. ഇങ്ങോട്ടെടു. എനിക്ക് വേണം. ഒരെണ്ണം കൂടെ കൊടുത്താലേ. ഒന്നാതെ ഉറങ്ങി കിടക്കുകയാണ്. ഓ സേഫ്റ്റി ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തുറ. എവിടെ ഇത് ചില സമയത്ത് ഭ്രാന്തെടുപ്പിക്കും. തുറ. ഇതിനകത്ത് എന്തിനാണ് ഇരിക്കുന്നത്? ഇതിനകത്തല്ല തുറക്കേണ്ട. ഫ്യൂസ് ഇല്ല, അവൻ്റെ തലയിലാണ് കൊണ്ടിടേണ്ട. ഫ്യൂസൊന്നും എനിക്ക് വേണ്ട. ഗ്രാൻഡ് പൈപ്പ് എണീക്കും ഗൈസ്. ഒരെണ്ണം കൂടെ കൊടുക്കാം നമുക്ക്. വാ എണീറ്റ് വാടാ. എണീറ്റ് വന്നില്ല. എൻ്റെ കിളി പോയാ? ഇങ്ങോട്ട് എണീറ്റ് വാ. ഇപ്പം ചത്ത്. ഇനി 2 മിനിറ്റത്തേക്ക് പോവും. ഇനി 2 മിനിറ്റ് കിട്ടും. നമുക്കപ്പോൾ എവിടെ പോവാം? നമുക്ക് പാവയുടെ അവിടെ കൊണ്ടിട്ടാ.
അതിന് സിൻഡർലാൻഡ് എടുത്തിട്ടില്ലല്ലേ? മറന്നുപോയി. പിന്നെ സിൻഡർലാൻഡ് പറയണില്ല. സെൻട്രലല്ലേ എന്തൊരു സ്ലെൻഡ്രീന. ഓ സിൻഡർലാന്ന് എന്നെയും തെറ്റിപ്പിക്കുമ്പോള്. എന്തൊരു ഷെഡിക്ക് അതിനകത്തിരിക്കട്ടെ. എന്നെയും തെറ്റിപ്പിച്ച്. സോറി, സ്ലെൻഡർലാൻഡ്. നമുക്ക് വെളിയൊരു ഷെഡ് അതെനിക്കറിയാം ഷെഡ് ഓർ അക്കൗണ്ടിലാണെന്ന്. നമ്മൾ കാക്ക അടിച്ചിട്ടാലേ? കാക്കയുടെ മുണ്ടയ്ക്ക് എന്തിനാണ്ടിരിക്കണേ? ജനറേറ്റർ കേബിൾ. എന്തായാലും കാക്കയും കൊല്ലാം. കാക്ക വീസായി പറന്നുപോയി. ഒരു ജനറേറ്റർ കേബിൾ വേണ്ട. പ്ലാങ്ക് അവിടെ കൊണ്ട് പിടിപ്പിച്ച് വെച്ചേക്കണ്. ഗ്രാൻഡ് പേ പ്ലാങ്ക് എവിടാ? അതെടുത്താലേ നമുക്ക് മറ്റേ റൂമിലോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കണോ പ്ലാങ്ക്? ഒരു ബെഡിയും കൂടെ നമുക്ക് ഗ്രാൻഡ് പേ കൊടുത്താലേ? ഗ്രാൻഡ് പേ ഇപ്പം എണീറ്റ് കാണും. എന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഡേ ആണ്. ഇത് കഴിഞ്ഞാൽ ഗ്രാൻഡ് പേ എന്നെ എടുത്തിട്ട് കത്തിക്കും. നോക്കി പോവാൻ കഴിച്ചു. ഒരു ബെഡിയേ ഉള്ളൂ. ഇതും കൂടെ ഗ്രാൻഡ് പേ കൊടുത്തിട്ട് നമുക്ക് ഷെഡിക്ക് എടുത്തിട്ട് ഷെഡിനകത്തോട്ട് പോവാം. ഇവിടെ ഗ്രാൻഡ് പേ നമ്മൾ എവിടെ ഇട്ടാണ് അടിച്ചിട്ടത്? താഴെയല്ലേ? ഗ്രാൻഡ് പേ എണീറ്റ്. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മുകളിലോട്ട് പോകാം. അപ്പോൾ മുകളിലോട്ട് ഗ്രാൻഡ് പേ വന്നില്ല. പെട്ടെന്ന് ഷെഡ് കീ എടുത്തിട്ട് അവിടെ താഴെ ഇടാം. എന്നിട്ട് അവിടെ നിന്നെടുത്ത് താഴെ ചാടാം. അയ്യോ, താഴെ ചാടിയ ചത്തു. എൻ്റെ വളഞ്ഞ ബുദ്ധിയിൽ തോന്നിയ ഐഡിയ ആണ് ഗൈസ്. ഇപ്പം തറ കിടന്നെ. ഉഫ് ഗൈസ്, അവരെ ഗ്രാൻഡ് പേ അറിയാം തോക്ക് നമ്മളെ കയ്യിലാണെന്ന്. ഇപ്പോൾ എവിടെ സൗണ്ട് കേട്ടാലും വരും. തോക്കിൻ്റെ സൗണ്ട് അത്യാവശ്യം വലിയ സൗണ്ടല്ലേ? അതുകൊണ്ട് എവിടെ സൗണ്ട് കേട്ടാലും വരും ഗൈസ്. ഓക്കെ, അതെടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സേഫായിട്ട് പോയി തോക്കെടുക്കണം. ഫയർ വുഡൊക്കെ കൊണ്ട് വെച്ചേക്കാണ്. കാക്കയെ കത്തിച്ചോട്ടിക്കണം. കാക്കയെ ഞാൻ ഓൾറെഡി കൊന്നു. ഇനി എന്തിനു കത്തിച്ചോട്ടിക്കണം? ഈ റൂമിലല്ലേ ഇരുന്നാ? അതോടാക്കണം. ഓ വാ വാ വാ. ഇവിടെ ഗ്രാൻഡ് പേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഗ്രാൻഡ് പേ ഉറക്കി കിടത്തിയിട്ട് നമുക്ക് ഈ ഗെയിം എൻഡ് ചെയ്യാം. കാരണം ഗൈസ് ലോങ് വീഡിയോ ആയിപ്പോവും. ഇപ്പം എസ്കേപ്പൊക്കെ ചെയ്യണമെങ്കിൽ ലോങ് വീഡിയോയിലും പ്രശ്നമില്ല ഗൈസ്. വട്ട് ഇത് എസ്കേപ്പ്? എവിടെ കണ്ട് വാ വാ വാ. ഓക്കെ, ഗ്രാൻഡ് പേ ഉറക്കി ഗൈസ്. ഒരെണ്ണം കൂടെ കൊടുക്കാം. ഓക്കെ, ദാ നീ എടുത്തോ. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഗെയിം അവസാനിപ്പിക്കുന്നു. ഇനി ഗ്രാൻഡ് പേ 2 മിനിറ്റ് 30 സെക്കൻഡ് കഴിഞ്ഞാൽ എനിക്ക് ഗൈസ്. അപ്പം നമ്മൾ വീഡിയോയുടെ ലെങ്ത് ആയി പോകും. ഞാൻ ഇന്ന് പറഞ്ഞ ടാർഗറ്റ് ഞാൻ തീർത്തിരിക്കുന്നു ഗൈസ്. ഞാൻ ഇന്ന് ഗ്രാൻഡ് പേ ഉറക്കിയിട്ടിരിക്കുന്നു. ദാ ഗ്രാൻഡ് പേ ഉറയും കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എസ്കേപ്പൊന്നും എടുത്തില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഗെയിം എൻഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഗൈസ്. ഗ്രാൻഡ് പേ എണീറ്റെന്നാണ് തോന്നണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഗ്രാനി 3 എൻഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയാൻ പറ്റില്ല, ഇന്നത്തെ സീരീസ്. ഓക്കെ, ഇതിൽ ഞാൻ ഇന്ന് എടുത്ത ടാർഗറ്റ് വെപ്പൺ എടുത്തിട്ട് സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് ഗ്രാൻഡ് പേ ഉറക്കി കിടത്തിയിട്ട് ഷോട്ട് ഗൺ എടുത്തിട്ട് പിന്നെ എപ്പോഴും ഉറങ്ങി കിടത്തി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഗൈസ്. അപ്പം ഞാൻ ഇന്നത്തെ ടാർഗറ്റ് ഗ്രാൻഡ് പേ ഉറക്കി കിടത്തും. അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ പോലെ എസ്കേപ്പ് ചെയ്യണമെങ്കിലൊക്കെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയാലും പ്രശ്നമില്ല. കാരണം നമുക്ക് ഇപ്പം നമ്മളിങ്ങനെ ടാർഗറ്റ് ഇപ്പോൾ ഇതിലെന്തൊരു എസ്കേപ്പ്? ട്രെയിൻ എസ്കേപ്പ്, അതൊക്കെ. കാർ എസ്കേപ്പ് ഉണ്ടോ? കാറുണ്ട്. കാർ എസ്കേപ്പ്, കുറേ എസ്കേപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടാർഗറ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് ചെയ്തിട്ടല്ലേ പോകാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഒരു ടാങ്ക് എസ്കേപ്പ്, അത് ഇത് ഗ്രാനി 3യുടെ എൻഹേസ്ഡ് അതിലാണ് ടാങ്ക് എസ്കേപ്പ്. അതിലിപ്പോൾ ഇതിന് ഗ്രാനി 3യുടെ എൻഹേസ്ഡ് വന്നിട്ടുണ്ട് ഗൈസ്. പക്ഷെ അത് പ്ലേ സ്റ്റോറിലില്ല.
അത് വേറെ ഗൂഗിളിൽ നിന്നൊക്കെയാണ് ഉണ്ട്. അതിൽ ടാങ്ക് എസ്കേപ്പും ട്യൂബ് എസ്കേപ്പുമാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചത് ഞാൻ ഗ്രാൻഡ് പവറിൽ കിടത്തി. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം ഗായ്സ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. വി ആർ സൈനിങ് ഔട്ട്.